ഹായ്, ഹലോ. കുത്തബ് മിനാറിൻ്റെ കാഴ്ചകളുടെ രണ്ടാമത്തെ ഭാഗവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു കോട്ടയാണ് ഈ കുത്തബ് മിനാറിൻ്റെ ഈ സമുച്ചയത്തിനുള്ളിൽ കാണുന്നത്. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ വളരെ നല്ല സപ്പോർട്ട് തന്നായിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ ബാക്കി ഭാഗവും കൂടി ഞാൻ ഇടാമെന്ന് വിചാരിച്ചത്. ഈ സമുച്ചയത്തിനുള്ളിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ കാണുന്നതാണ് അലൈ ദർവാസ ഗേറ്റ്. ഈ ഗേറ്റിനുള്ളിലൂടെ നോക്കിയാൽ കുത്തബ് മിനാറിൻ്റെ ഒരു മനോഹരമായ വ്യൂ ഇതിപ്പോൾ കാണുന്നുണ്ടല്ലോ. ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ്. ഈ കാണുന്ന സമുച്ചയത്തിനുള്ളിൽ അൽ ദർവാസ ഗേറ്റ്, അലൈ മിനാർ, അതുപോലെ ഇരുമ്പ് സ്തംഭം, അതുപോലെ ഇൽത്തുമിഷ്, അലാവുദ്ദീൻ ഖൽജി, ഇമാം സമീൻ എന്നിവരുടെ ശവകുടീരങ്ങളും ഒക്കെ നമുക്ക് ഇതിനുള്ളിൽ കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടാണ് ഈ കുത്തബ് മിനാർ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു അണ്ണാൻ കണ്ടോ? നമ്മൾ എല്ലാവരും കേട്ടോ അവിടെ വരുന്നവരുമായിട്ട് ഭയങ്കരമായിട്ട് ഇണങ്ങും. അവിടെ വരുന്നവർ എന്തെങ്കിലുമൊക്കെ സാധനം ഇതിനിട്ട് കൊടുക്കും. രണ്ട് കൈ നീട്ടി നിൽക്കുന്നുണ്ട്, എഴുന്നേറ്റൊക്കെ നിൽക്കുന്നു. വളരെ മനോഹരമായിരുന്നു കാണാനായിട്ട്. എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഞങ്ങളും കയ്യിലിരുന്ന കടലയൊക്കെ ഇട്ട് കൊടുത്തു, പക്ഷെ അതൊന്നും കഴിക്കുന്നില്ലായിരുന്നു. വീണ്ടും ദൂരെ പോയി നിന്നിട്ട് ഇങ്ങനെ കൈ നീട്ടി നിൽക്കുമായിരുന്നു. അതേ നോക്ക് എഴുന്നേറ്റ് ചെയ്യുന്നു. അതെന്തോ വേറെ എന്തോ ഒന്ന് വീണു, അതങ്ങോട്ട് പോയി. ഇങ്ങനെ അത്ഭുതമുള്ള ഒരുപാട് കാഴ്ചകൾ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അലൈ ദർവാസ ഗേറ്റിന് അടുത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. ഈ ഗേറ്റിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കുത്തബ് മിനാറിൻ്റെ ഒരു ഭംഗി ഒരു വല്ലാത്ത ഭംഗി തന്നെയാണ്. അനേകം പേര് ഈ അലൈ ദർവാസ ഗേറ്റിന് മുന്നിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം 21 വർഷമെടുത്ത് 40,000 ജോലിക്കാർ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ കാണുന്ന ഒരു നിർമ്മിതി ഉണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഏതോ ഒരു കനാൽ പോലെയാണ്, എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതിന് മുകളിലൂടെ ഇപ്പോൾ പാലമൊക്കെ പണിഞ്ഞ് കൈവരിയൊക്കെ വച്ചിട്ടുണ്ട്. വളരെ വളരെ മനോഹരമാണ് ഇത് കാണാനായിട്ടാണ്. ഇതിനുള്ളിൽ കുത്തബ് മിനാർ, അതുപോലെ തന്നെ കൂവത്തുൽ ഇസ്ലാം പള്ളി അതൊക്കെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നിർമ്മിതികളുള്ളൊരു വലിയ സമുച്ചയമാണ്. അന്നത്തെ പണിക്കാരൊക്കെ എന്തുമാത്രം എഫേർട്ട് എടുത്ത് കാണും. ഇത് എൻ്റെ മോളാണിത്. കുത്തബ് മിനാറിൻ്റെ കാര്യങ്ങളൊക്കെ വിവരിച്ചിരിക്കുന്ന ശിലാഫലകമാണ്. ഹിന്ദിയിലും അറബിക്കിലും അതുപോലെ ഇംഗ്ലീഷിലും ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ്. വളരെ വ്യക്തമായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിക്കാനൊക്കെ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. അത്രയേറെ മനോഹരമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് കൂവത്തുൽ ഇസ്ലാം മസ്ജിദ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ മസ്ജിദിനെ കുറിച്ചുള്ള ഡീറ്റെയിലും
ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും ലോങ് ആയിട്ട് ആ വീഡിയോ എടുത്തത്. ഇതാണ് ഞാൻ പറഞ്ഞ അലൈ മിനാർ. ഇതൊരു കൽമണ്ഡപം പോലൊക്കെ തോന്നില്ലേ? ഓരോ ഭാഗങ്ങളും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചാണ് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കാണരുത് നിങ്ങൾ. നേരത്തെ ഞാൻ അലൈ ദർവാസ ഗേറ്റ് കാണിച്ചു തന്നു. ഇപ്പോൾ ഈ കാണുന്നത് അലൈ മിനാർ. അതുപോലെ നേരത്തെ ഞാൻ കൂവത്തുൽ ഇസ്ലാം പള്ളിയുടെ ഒരു ഭാഗം കാണിച്ചു തന്നു. ഇപ്പോൾ നമ്മൾ അലൈ മിനാറിനുള്ളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുകളിലോട്ട് പടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ ഒരു ഗേറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. താഴോട്ട് ആരും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെയോ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. വളരെ കണ്ടോ, ഇതെന്തോ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് പടിയൊക്കെ ഉണ്ട്. താഴോട്ടും മേലോട്ടും ഒക്കെ പടിയുണ്ട്. താഴോട്ടും പടിയുണ്ട്, മേലോട്ടും പടിയുണ്ട്. അപ്പോൾ അത്രയും വലിയ ഒരു സമുച്ചയമാണ്. ഞാൻ ഈ നിർമ്മിതി കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അന്ന് പ്രാചീന കാലത്ത് ഇങ്ങനെയൊക്കെ നിർമ്മിക്കാൻ തക്കവണ്ണം എന്തുമാത്രം കഴിവുള്ളവരായിരുന്നു അന്നത്തെ ശില്പികളെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. ഇപ്പോൾ വീണ്ടും അലൈ ദർവാസ ഗേറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത് സംരക്ഷിച്ചിരുന്നെങ്കിൽ ഇന്നും എന്ത് ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. ഇത് മൊത്തം നശിച്ചു പോയിരിക്കുന്നു, സംരക്ഷിക്കാതെ നശിച്ചു പോയി. ഇതൊരു ശവകുടീരമാണ്. ഇൽത്തുമിഷ്, അലാവുദ്ദീൻ ഖൽജി, ഇമാം സമീൻ എന്നിവരുടെ ശവകുടീരങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിൽ ആരുടെയൊക്കെ ശവകുടീരങ്ങളാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടില്ല. എങ്കിലും ഈ 3 പേരുടെയും ശവകുടീരങ്ങൾ ഇവിടെ ഉണ്ട്. ആദ്യം കണ്ടത് ഇൽത്തുമിഷിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇത് ഇമാം സമീൻ്റെ ശവകുടീരമാണെന്ന് ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത് വെച്ചിട്ടാണ് പറയണത്. പക്ഷേ ഇവിടെ എങ്ങും എഴുതി വെച്ചിട്ടോ ഒന്നുമില്ല. ഇനി ഇവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാഴ്ച കാണാനായിട്ട് പോവുകയാണ്. ഈ കാണുന്നത് ഇരുമ്പ് സ്തംഭമാണ്. അതായത് അയൺ പില്ലർ. കുത്തബ് മിനാർ സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന അയൺ പില്ലറാണ് ഈ കാണുന്നത്. ഭൂമിക്ക് മുകളിൽ ഏകദേശം 7.21 മീറ്റർ ഉയരമുണ്ട്. ഭൂമിക്കടിയിലേക്ക് 1.12 മീറ്റർ കൂടി ഉണ്ട്. ഈ ഇരുമ്പ് സ്തംഭത്തിന് 16 ഇഞ്ച് വ്യാസമുണ്ട് ഈ കാണുന്ന ഘടനയ്ക്ക്. അതുപോലെ ഇന്ത്യയിലെ ഇരുമ്പ് പണിക്കാരുടെ കഴിവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്തംഭം കൂടിയാണിത്. തുരുമ്പിനെ ചെറുക്കുന്ന ലോഹങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ ഇവിടുത്തെ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന ഒരു ഇതിലും ഇത് തുരുമ്പിക്കാറില്ല. ഇതുവരെയും ഈ സ്തംഭത്തിനൊരു കേടും വന്നിട്ടില്ല. ഏകദേശം 6 ടൺ ഭാരമുണ്ട് ഈ കാണുന്ന ഇരുമ്പ് സ്തംഭത്തിൻ്റെ നിർമ്മിതിക്ക്. ഗുപ്ത ചക്രവർത്തിയായ ചന്ദ്ര രാജാവിൻ്റേതാണ് അതിലെഴുതിയിരുന്ന ലിഖിതങ്ങൾ. ചന്ദ്രഗുപ്തൻ രാജാവ് എന്നും അറിയപ്പെട്ടിരുന്നു. ഉദയഗിരി ഗുഹകൾക്ക് പുറത്ത് സ്ഥാപിച്ചിരുന്നതാണ് ഈ സ്തംഭം. പിന്നീട് അനങ്പാൽ തോമർ ആണ് ഈ കാണുന്ന സ്ഥലത്തേക്ക് ഇത് മാറ്റിയത് എന്ന് കരുതപ്പെടുന്നു, അറിയില്ല. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഒരു ദൂരെ വലിയൊരു കിണർ പോലെ എന്തോ കണ്ടു. അതെന്ത് നിർമ്മിതിയാണെന്ന് അറിയില്ല. ഇതിൻ്റെ മുകളിൽ കയറാനൊക്കെ ഞങ്ങൾ ശ്രമിച്ചായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മളെ അനുവദിച്ചില്ല. കാരണം എന്താണ് കാരണമെന്നറിയില്ല. കാരണം ചിലപ്പോൾ ഇടിഞ്ഞു വീഴാറായിരിക്കുന്നത് കൊണ്ടായിരിക്കാം. ഇതും ഒരു ശവകുടീരമാണ്. ഈ കാണുന്ന ശവകുടീരം എനിക്ക് തോന്നുന്നു അലാവുദ്ദീൻ ഖൽജിയുടെ ശവകുടീരമാണെന്ന് തോന്നുന്നു. അനേകം പേര് ഈ ശവകുടീരത്തിന് മുന്നിലൊക്കെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്തായാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അന്നത്തെ ആ നിർമ്മിതികളൊക്കെ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഭംഗിയാണ്. ഇവിടെ ഒരു
തത്ത വന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്നു. എന്ത് രസമാണെന്ന് നോക്കും. ഇഷ്ടം പോലെ തത്തയെ കാണാൻ പറ്റി കേട്ടോ. അതും വേറൊന്നുമല്ല, തത്തകളായാലും ശരി തന്നെ, ഞാൻ നേരത്തെ കാണിച്ച അണ്ണാനായാലും ശരി തന്നെ, മനുഷ്യരോട് നല്ല രീതിയിൽ ഇണങ്ങി. അതായത് നമ്മൾ അടുത്ത് വന്നിരുന്നാൽ പോലും അവർക്കൊരു പേടിയൊന്നുമില്ല. അത്രയും നമ്മളുമായിട്ട് എന്താ പറയുക, മനുഷ്യരോട് ഇണക്കമുള്ളതാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ പോകാനൊരുങ്ങുകയാണ്. ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് ഇതിനകത്തേക്ക് വരാനായിട്ട്. ഒരു നല്ല താഴ്ചയുണ്ടെന്ന് പറഞ്ഞാൽ നല്ല താഴ്ചയുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന പിന്തുണയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഡൽഹിയിലെ മറ്റ് കാഴ്ചകളുടെ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. എല്ലാവർക്കും ഒരു നല്ല ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെയും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ജാസ്ട്രി മീഡിയ. ബൈ.